നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് 10 വർഷം പിന്നിട്ടിട്ടും സ്മാരക നിർമ്മാണം തറക്കല്ലിടലിൽ ഒതുങ്ങിയെന്ന് സംവിധായകൻ വിനയൻ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവൃത്തികൾക്ക് വേണ്ടി വാഴച്ചാൽ വനം ഡിവിഷന് നൽകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും 13 ചൊവ്വാഴ്ച. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കട്ടിംഗ് മിച്ചഭൂമിയിലെ 50 കുടുംബങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി റോജി ജോൺ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ചാലക്കുടി നഗരത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കാണാനായി അടിയന്തര കൗൺസിൽ ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സന് കത്ത് നൽകിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് 10 വർഷം പിന്നിട്ടിട്ടും സ്മാരക നിർമ്മാണം തറക്കല്ലിടലിൽ ഒതുങ്ങിയെന്ന് സംവിധായകൻ വിനയൻ. മലയാളി ഒരിക്കലും മറക്കാത്ത പേരുകളിൽ ഒന്നാണ് കലാഭവൻ മണിയുടേത്. ഇന്നും മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് കലാഭവൻ മണി. പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെയായി മണി ഇന്നും നമുക്കൊപ്പമുണ്ട്. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് 10 വർഷം പിന്നിടുകയാണ്. മണിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന് സ്മാരകം പണിയുമെന്ന് ഇടതുപക്ഷം പറഞ്ഞിരുന്നു. എന്നാൽ 10 വർഷത്തിനിപ്പുറവും ആ സ്മാരകം പൂർത്തിയായിട്ടില്ല എന്നാണ് സംവിധായകൻ വിനയൻ പറയുന്നത്. പരാതി വന്നപ്പോൾ 6 മാസം മുമ്പ് തറക്കല്ലിട്ടു, പിന്നീടൊരു അനക്കവും ഉണ്ടായില്ലെന്ന് വിനയൻ ആരോപിക്കുന്നു. കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ വിട പറഞ്ഞിട്ട് 10 വർഷമാകുന്നു. മണിക്കൊരു സ്മാരകം ഉടനെ നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയിട്ടും അതേ കാലയളവാകുന്നു. 10 വർഷം വിളംബരം മാത്രമേ ഉള്ളൂ, ഒന്നും നടന്നില്ല എന്ന വലിയ പരാതി വന്നപ്പോൾ 6 മാസം മുമ്പ് സർക്കാർ ചാലക്കുടിയിൽ ഒരു തറക്കല്ലിട്ടു. പക്ഷെ പിന്നീടൊരു അനക്കവുമില്ല. എന്ത് ന്യായം പറഞ്ഞാലും ഇതൊരു തികഞ്ഞ അവജ്ഞയാണ്, വിനയൻ പറയുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു വിനയന്റെ പ്രതികരണം. കലാഭവൻ മണിയെ പോലുള്ള കലാകാരന്മാരുടെ ജന്മങ്ങൾ അപൂർവമാണ്. സിനിമയിൽ മണി അവതരിപ്പിച്ച വ്യത്യസ്ത കഥാപാത്രങ്ങളെയും നാടൻ പാട്ടിലും മിമിക്രിയിലും മറ്റും മണിക്കുള്ള അതുല്യമായ കഴിവിനെയും അപഗ്രഥിക്കുന്ന ആർക്കും അങ്ങനെ മാത്രമേ മണിയെ വിലയിരുത്താനാകൂ, അദ്ദേഹം പറയുന്നു. അതിലൊക്കെ ഉപരിയായി സാമൂഹ്യപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ ജനിക്കുകയും ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ നടുവിൽ വളരുകയും ചെയ്ത മണി താൻ എന്തെങ്കിലും ആയി കഴിഞ്ഞപ്പോൾ ആ വന്ന വഴികൾ ഒന്നും മറക്കാതെ പാവപ്പെട്ടവനെ ഉള്ളഴിഞ്ഞ് സഹായിക്കാൻ മനസ്സ് കാണിച്ചു എന്നതാണ് ആ ജന്മത്തിന്റെ മറ്റൊരു അപൂർവത എന്നും വിനയൻ പറയുന്നു. മരിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇടതുപക്ഷം പ്രചാരണത്തിനായി മണിയുടെ സഹായം തേടിയിട്ടുണ്ട്. കാലാവധി തീരുന്നതിന് മുമ്പ് എത്രയും വേഗം സർക്കാർ ആ സ്മാരകം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 1240 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,04,240 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,030 രൂപയാണ്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. ഡിസംബർ 27-ന് രേഖപ്പെടുത്തിയ 1,04,440 രൂപയാണ് സർവകാല റെക്കോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞ് 1 ലക്ഷത്തിൽ താഴെ എത്തിയ സ്വർണ്ണവിലയിലാണ് ഇപ്പോൾ ചാഞ്ചാട്ടം തുടരുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വെനസ്വേലയുടെ അമേരിക്കൻ സൈനിക നടപടി അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണം. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവൃത്തികൾക്ക് വേണ്ടി വാഴച്ചാൽ വനം ഡിവിഷന് നൽകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും 13 ചൊവ്വാഴ്ച നടക്കും.
രാവിലെ 9 മണിക്ക് വാഴച്ചാൽ GWLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R. ആടലരശൻ, ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, കൊച്ചിൻ റിഫൈനറി ചീഫ് ജനറൽ മാനേജർ ജോർജ് തോമസ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് കുമാർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. മനുഷ്യരും വന്യജീവികളും തമ്മിൽ സംഘർഷം ഒഴിവാക്കി ജീവിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാരിന് വേണ്ടി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനങ്ങൾ വാങ്ങിയത്. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കട്ടിംഗ് മിച്ച് ഭൂമിയിലെ 50 കുടുംബങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി റോജി എം. ജോൺ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ബിജു പാലാട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ്, LSGD ഓവർസിയർ ജുബീഷ് വേലായുധൻ എന്നിവരാണ് പ്രദേശവാസികൾക്കൊപ്പം ചേർന്ന് മിച്ചഭൂമിയിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം യോഗം ചേർന്നത്. കട്ടിംഗ് മിച്ചഭൂമിയിലെ കാലപ്പഴക്കം ചേർന്ന കുടിവെള്ള പദ്ധതിക്ക് പുതിയ മോട്ടോർ പമ്പ് സെറ്റും പൈപ്പ് ലൈനും ഓവർഹെഡ് ടാങ്കും നിർമ്മിക്കുമെന്നും മിച്ചഭൂമിക്കകത്തെ റോഡുകൾ നവീകരിക്കുകയും പുതിയ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്യുമെന്നും ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ഓപ്പൺ ജിം, കുട്ടികൾക്ക് പാർക്ക്, വൈദ്യുത ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കുമെന്നും MLA യോഗത്തിൽ അറിയിച്ചു. ചർച്ച ചെയ്ത് മുഴുവനും 1-ാം വാർഡിൻ്റെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. 3 കമ്മിറ്റിയിലും നിങ്ങളുടെ ഈ വാർഡിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച നടത്തിയത്. അപ്പോൾ അത്രയേറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് കമ്മിറ്റിയും ഈ വാർഡിനെ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA റോജി എം. ജോണിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണനും യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറായിരുന്ന അടക്കം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മാർച്ച് 31 എന്ന് പറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞ് ഏപ്രിൽ 1 മുതലാണ് അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. മെയ് മാസത്തിലാണ് ചട്ടം മാറുള്ളൂ. ഇപ്പോൾ മാർച്ച് ആദ്യ ആഴ്ച മുതൽ ഇലക്ഷൻ തീർന്ന് പുതിയ മന്ത്രിസഭ വരുന്നത് വരെ ചട്ടമായിരിക്കും, വേറെ ഒന്നും നടക്കില്ല. പക്ഷേ ഈ പ്ലാനുകൾ വളരെ നേരത്തെ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 15 മെമ്പർമാരിൽ 14 പേരും നന്ദിയൊക്കെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ TMനും ജുബീഷിനും പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മുടെ മിനി ചേച്ചിക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 6 മാസം മുന്നോട്ടേക്ക് പോയി. 6 മാസം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പ്രാഥമികമായി ചെയ്തു കഴിഞ്ഞു. അവിടെ മുതൽ ഇവിടം വരെയുള്ള വിഷയങ്ങൾ പിടിച്ചു. TM പറഞ്ഞതെല്ലാം നിയമമാണ്. നിയമം വെച്ചിട്ട് തന്നെ പോകാൻ പറ്റും. പിന്നെ അതിൽ ചെറിയ വളഞ്ഞ വഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പ്രയോഗിക്കും. നിങ്ങളെ പരമാവധി സഹായിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ നമ്മുടെ നിലവിലുള്ള ടാങ്കിൻ്റെ സ്ഥിതി അത് അന്ന് നമ്മൾ പണിയുമ്പോൾ നമുക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടുകാർ കുറവും പടിഞ്ഞാറ് ഭാഗത്ത് വീട്ടുകാരും. അപ്പോൾ അന്ന് നമുക്ക് 30 വർഷം മുമ്പ് അത് മതിയായിരുന്നു. പിന്നീട് നമുക്ക് കിഴക്ക് വശത്ത് താമസക്കാർ കൂടിയപ്പോൾ വെള്ളം ഒഴുകണമെങ്കിൽ ടാങ്ക് ഉയരം കൂടണം. നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ടാങ്ക് പണിയാൻ പറ്റൂല. എന്തെന്നാൽ പക്ഷേ ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നിന്നുള്ള ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ജനപ്രതിനിധികളാരും ഒരാവശ്യവുമായി നമ്മുടെ അടുത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ പ്രിയപ്പെട്ട ബിജു പാലാട്ടി സ്ഥാനാർത്ഥിയായി വന്നു. നിങ്ങൾ അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം സർവാത്മന അദ്ദേഹത്തെ സ്വീകരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഒരു ജനപ്രതിനിധിയാക്കി ഇന്ന് അദ്ദേഹം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ പ്രിയപ്പെട്ട TM വർഗീസ് ചേട്ടൻ മെമ്പറായിരുന്ന കാലത്ത്, അതുപോലെ തന്നെ ഇലിയാക്കുട്ടി ടീച്ചർ പ്രസിഡന്റൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. അതിനുശേഷം ഈ കണ്ട കാലമൊക്കെ ഇവിടെ എന്താണ് ഉണ്ടായതെന്നുള്ളതും നിങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട ബിജു പാലാട്ടിയെ നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും മെമ്പറായി തിരഞ്ഞെടുത്തത് അത് ഏറ്റവും ശരിയായ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനം അടുത്ത 5 വർഷക്കാലം ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ബിജുചേട്ടൻ, അദ്ദേഹത്തിന്റെ ഈ വാർഡ് കുറെ ഏരിയ ഉണ്ട്, പക്ഷെ അദ്ദേഹം വിജയിച്ചു വന്ന ഏറ്റവും അടുത്ത ദിവസം തന്നെ
ഏറ്റവും അടുത്ത ദിവസം തന്നെ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഇവിടെ ഒന്ന് വരണം, ഇവിടെ കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കണം, ഇവിടുത്തെ കുറെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, അദ്ദേഹം ഈ പ്രദേശം, പ്രത്യേകിച്ച് ഈ ഒരു കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഒരു താല്പര്യം എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, അവരെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനായി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ബിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ പാർക്കിന്റെ കാര്യമായാലും കുടിവെള്ളത്തിന്റെ കാര്യമായാലും അതുപോലെ തന്നെ റോഡുകളുടെ കാര്യമായാലും, ഇതൊക്കെ നമുക്ക് എത്രയും വേഗം നടത്തിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഈ വർഷത്തെ ഫണ്ടെല്ലാം കഴിഞ്ഞ ഒരു സമയമാണ്. നിങ്ങൾക്കറിയാം, സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന്റെ തിരക്കായിരുന്നു. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷത്തിന് ശേഷം അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് നമുക്ക് ഇനി ഫണ്ടൊക്കെ അനുവദിക്കാനായിട്ട് പദ്ധതി വെക്കാനും രൂപീകരിക്കാനും ഫണ്ട് അനുവദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെയും സ്വാഭാവികമായി നമ്മുടെയും കാലാവധി ഈ മാസത്തോ 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെയും കാലാവധി കഴിയുകയാണ്. ദൈവം സഹായിച്ചാൽ, നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മിക്കവാറും നിങ്ങളുടെ കൂടെ വീണ്ടും ഉണ്ടാവും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ വീണ്ടും ഇവിടെ ജനപ്രതിനിധിയായിട്ടുണ്ടായാൽ നമുക്ക് വേണ്ട ആവശ്യ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടിവെള്ള പദ്ധതി. നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് കുടിവെള്ള പദ്ധതി. ആ കുടിവെള്ള പദ്ധതിയുടെ പ്രാരംഭ കാര്യങ്ങൾ ചെയ്യുകയും നമുക്ക് നമ്മുടെ മോട്ടോർ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല, അത് പ്രവർത്തനക്ഷമമാക്കി തരികയും അതുപോലെ പുതിയ മോട്ടോർ തരാമെന്നാണ് നമ്മുടെ മെമ്പർ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നടപ്പിലാക്കുകയും ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണികൾ അതുപോലെ റോഡുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മെമ്പർ നന്നാക്കി തരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. പൊളിച്ചു പണിയാൻ പറ്റൂല, കാരണം റോഡ് ഇതാണല്ലോ. അപ്പോൾ അതിനൊരു 1.5 സെന്റ് സ്ഥലം ഞാൻ കണ്ടെത്തിക്കോളാം, ഇവിടെ തന്നെ കണ്ടെത്തിക്കോളാം. നമ്മുടെ മനസ്സിലാണ് ഇപ്പോൾ നവീകരണം ഇപ്പോൾ ഈ വീട്ടിലേക്കൊക്കെ പോകാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. നെല്ലിൽ റോഡ് പോയി. അപ്പോൾ മനസ്സിലുള്ളത് ഈ കുടിവെള്ള പദ്ധതി ഇന്റേണൽ റോഡ്. ചാലക്കുടി കലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 15 വ്യാഴാഴ്ച മുതൽ 19 തിങ്കളാഴ്ച വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം ദിവസമായ 15-ന് രാവിലെ 7 മണിക്ക് ഗുരുപൂജയും 8 മണിക്ക് കൊടിയേറ്റവും നടക്കും. വൈകിട്ട് 5:30 കലിക്കൽ വായനശാല പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ആഘോഷകരമായ താലിവരവും തണ്ടികവരവും രാത്രി 8 മണിയോടെ ക്ഷേത്രത്തിലെത്തും. 2-ാം ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ബാലെ. 3-ാം ദിവസം ശനിയാഴ്ച വൈകിട്ട് വിവിധ കലാപരിപാടികൾ. 4-ാം ദിവസം വൈകിട്ട് 5-ന് കരിക്കൽ SNDP സ്കൂളിന്റെ വാർഷികാഘോഷം. 19 ശനിയാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. രാവിലെ 9-ന് ശീവേലി, ഉച്ചതിരിഞ്ഞ് 3:30 എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, രാത്രി 7:30 തായമ്പക, രാത്രി 11 മണിക്ക് പഞ്ചവാദ്യം, പുലർച്ചെ 2-ന് മഹാഗുരുതി. വാർത്താസമ്മേളനത്തിൽ SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രം പ്രസിഡന്റ് MU രവി, സെക്രട്ടറി ദിലീപ് മണക്കാടൻ, വൈസ് പ്രസിഡന്റ് CV രാജൻ, രവി എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം 13 മുതൽ 20 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13-ന് വൈകിട്ട് 7-ന് പറവൂർ രാകേഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ്. രാത്രി 8:30 പഞ്ചാരിമേളം. 14 ബുധനാഴ്ച രാത്രി 8-ന് കളമെഴുത്തുപാട്ട്. 15 വ്യാഴം കീഴ്ക്കാവിൽ താലപ്പൊലി. വൈകിട്ട് 7-ന് താലം വരവ്, തുടർന്ന് ശിങ്കാരിമേളം, നാടൻപാട്ട്. 16 വെള്ളിയാഴ്ച രാത്രി 8:30 നാടകം. 17-ന് 6:30 വലിയ നിറമാല വിളക്ക്. 7-ന് മഹാഭഗവതി സേവ. 18 ഞായർ രാവിലെ 9 മണിക്ക് നവഗ്രഹശാന്തി ഹോമം. വൈകിട്ട് 6:30 ആനച്ചമയ പ്രദർശനം. 7-ന് താലം വരവ്. 19 തിങ്കളാഴ്ച മഹോത്സവം. രാവിലെ 8-ന് കാഴ്ചശീവേലി. ഉച്ചതിരിഞ്ഞ് 3:30 ഗജപൂജ. 4 മുതൽ പകൽപൂരം. പെരുവനം കുട്ടന്മാരാരുടെ പാണ്ടിമേളം, കുടമാറ്റം. 20 ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് ആറാട്ട് പുറപ്പാട്. വൈകിട്ട് 5-ന് ആറാട്ട് ബലി, തെയ്യം എന്നിവയാണ് ചടങ്ങുകൾ. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി EV മുരളി, ഖജാൻജി സെൽവൻ പണിക്കശ്ശേരി, ജനറൽ കൺവീനർ EK പരമേശ്വരൻ, കൺവീനർമാരായ PP സുബ്രഹ്മണ്യൻ, അരവിന്ദാക്ഷൻ കണ്ണായി, വനിതാ സമിതി പ്രസിഡന്റ് ശൈലജ ബാലൻ എന്നിവർ പങ്കെടുത്തു.
വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി വർഷ സമാപനവും മൂക്കന്നൂർ MAGJ ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിച്ചു. ബെന്നി ബെഹനാൻ MP ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സുപ്പീരിയർ ജനറൽ ഡോക്ടർ ബ്രദർ വർഗീസ് മഞ്ഞളി അധ്യക്ഷനായി. അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, റോജി M. ജോൺ MLA എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ആശുപത്രിയുടെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും പാരാ മെഡിക്കൽ കോളേജിന്റെയും ശിലാസ്ഥാപനവും ചടങ്ങിൽ നടത്തി. ലെവൽ 3 ന്യൂറോളജി ലാബ്, നവീകരിച്ച ഹോസ്പിറ്റൽ വെബ്സൈറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ആശുപത്രി ഡയറക്ടർ ബ്രദർ തോമസ് കാരോണ്ട് കടവിൽ, മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ, LF ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് G. പാലക്കപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സഭാ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത കലാപരിപാടികളും അരങ്ങേറി. Must reach every life. In 1951, with expanding infrastructure and modern facility department, over the years, the orthopedics department cardiac care became a reality with all super specialty services. പക്ഷേ കേരളത്തിന് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഈ വളർച്ചയുടെ ഉയർച്ചയുടെ അടിസ്ഥാനപരമായ ഘടകം പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി ആണ് അതിനെ ഈ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സംവിധാനത്തെ കുറിച്ച്, അതിൻ്റെ ക്രമീകരണത്തെ ജീവനാഡിയായി വർദ്ധിച്ചതുകൊണ്ടാണ് ഈ ജനമൊന്നാകെ ഈ ആശുപത്രിയെ നെഞ്ചിലേറ്റുന്നത്. 75 കൊല്ലങ്ങൾക്ക് മുൻപ് ആതുര സേവന രംഗത്ത് നമ്മൾ എത്രയോ പിന്നിലായിരുന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് കൂടുതൽ വളർച്ച കൈവരിച്ച് വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കീഴടക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം ആ വളർച്ചയിൽ ഈ നാടും അതിൻ്റെ പങ്കാളിയായിരുന്നു എന്നത് ആർക്കും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കും. ഒരു നന്ദിയും ഒപ്പം സ്വാഗതവും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ മൊമെന്റോ നൽകുന്നതിന് ടു പ്ലീസ് കം ഫോർവേഡ്. പോസ്റ്റൽ സ്റ്റാമ്പിന്റെ റിവ്യൂയിലേക്കാണ് ഈ സമയം കടക്കുന്നത്. ചാലക്കുടി നഗരത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കാണാനായി അടിയന്തര കൗൺസിൽ ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സന് കത്ത് നൽകിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർച്ചയായി 3 ദിവസമുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ 15 പേർക്കാണ് കടിയേറ്റത്. നായശല്യം രൂക്ഷമായിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് വേണ്ടതായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മാർക്കറ്റിലെ അറവുശാലയിലടക്കം നഗരത്തിന്റെ പല ഭാഗത്തും മാലിന്യങ്ങൾ നിറഞ്ഞതാണ് തെരുവുനായകൾ നഗരത്തിൽ തമ്പടിക്കാൻ കാരണമായത്. ആക്രമണത്തിന് ഇരയായവർക്ക് ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും നൽകണം. ജനവാസമില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി ഷെൽട്ടർ ഒരുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തെരുവുനായ പ്രശ്നത്തിൽ ഇനിയും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, അംഗങ്ങളായ ഉഷ പരമേശ്വരൻ, VJ ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, നിതിൻ പുല്ലൻ, അൽഫോൺസ ചാക്കോ എന്നിവർ പങ്കെടുത്തു. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ് പുതുവത്സരാഘോഷവും ജില്ലാ ഗവർണറുടെ സന്ദർശനവും വിവിധ വിഷയ സെമിനാറും നടത്തി. പുതുവത്സര സന്ദേശം, സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ചർച്ച, ക്ലാസ്, പൊതുസമ്മേളനം, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ജില്ലാ ഗവർണർ ലയൺ T. ജയകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ്, ക്യാബിനറ്റ് സെക്രട്ടറി മുരളീധരൻ, ജില്ലാ കോർഡിനേറ്റർമാരായി ജോസ് മൂത്തടൻ, ബിജു പുറത്തൂർ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര മുരിക്കിങ്ങിൽ സ്വദേശിയായ 52-കാരനിൽ നിന്ന് ഇയാളുടെ മകന് അൽബേനിയയിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് 5 ലക്ഷം രൂപ തട്ടിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊരട്ടി സ്വദേശി താമരശ്ശേരി വീട്ടിൽ 37 വയസ്സുള്ള റോൺ കെ റോയിയാണ് അറസ്റ്റിലായത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് റോൺ കെ റോയിയെ അറസ്റ്റ് ചെയ്തത്. പോർച്ചുഗലിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന പ്രതിക്കെതിരെ ലുക്കൌട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളതിനാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയും വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര SI K. അജൽ, ഗ്രേഡ് SI-മാരായ ജോഷി, ഷാജു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായത്.
മുൻവൈരാഗ്യത്തിൽ കടയുടെ മുന്നിൽ നിന്ന് പത്രം വായിക്കുകയായിരുന്ന വയോധികനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. ചെമ്പുച്ചിറ ഐപ്പുട്ടിപ്പടി കുന്നുകാട്ടിൽ 53 വയസ്സുള്ള അലക്സിനെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 8 രാവിലെ 6:45 ഐപ്പുട്ടിപ്പടിയിലുള്ള തൈശുവളപ്പിൽ മനോജിന്റെ ഉടമസ്ഥതയിലുള്ള കടയുടെ മുന്നിലായിരുന്നു സംഭവം. കടയ്ക്ക് മുന്നിൽ കസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന മറ്റത്തൂർ ഐപ്പുട്ടിപ്പടി നന്ദിപുലം വീട്ടിൽ 72 വയസ്സുള്ള ഉണ്ണിച്ചക്കനാണ് മർദ്ദനമേറ്റത്. നേരത്തെ പ്രതി അലക്സ് ഉണ്ണിച്ചക്കന്റെ മകനെ അസഭ്യം പറയുകയും തല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചതിലുള്ള വിരോധത്തിൽ വയോധികനെ മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മേലൂർ കുന്നപ്പള്ളി കൈതക്കാടൻ മനോഹരൻ നിര്യാതനായി 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേലൂർ പൂലനിക്കുമ്മയിൽ കുമാരമേനോൻ വിലാസിനി ടീച്ചർ നിര്യാതയായി 95 വയസ്സായിരുന്നു. ചാലക്കുടി ഈസ്റ്റ് ബോയ്സ് LP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരം നടത്തി. മൂക്കന്നൂർ ഞാളിയത്ത് വർഗീസിന്റെ മകൻ ആൽവിൻ നിര്യാതനായി 39 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30 മൂക്കന്നൂർ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് 10 വർഷം പിന്നിട്ടിട്ടും സ്മാരക നിർമ്മാണം തറക്കല്ലിടലിൽ ഒതുങ്ങിയെന്ന് സംവിധായകൻ വിലയിൽ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവൃത്തികൾക്ക് വേണ്ടി വാഴച്ചാൽ വനം ഡിവിഷന് നൽകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും 13 ചൊവ്വാഴ്ച. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കട്ടിംഗ് മിച്ചഭൂമിയിലെ 50 കുടുംബങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി റോജി ജോൺ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ചാലക്കുടി നഗരത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കാണാനായി അടിയന്തര കൗൺസിൽ ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സന് കത്ത് നൽകിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.